നമസ്കാരം. ശബരിമലയിൽ നിർണായകമായ ഇടപെടലിന് കേന്ദ്രത്തിന്റെ നീക്കം. ഈ മാസം 26-ാം തീയതി രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. ശബരിമല സന്നിധാനത്ത് വെച്ച് ശബരിമല കർമ്മസമിതിക്ക് നേരിട്ട് കാണാനുള്ള അനുവാദം രാഷ്ട്രപതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തെ വളരെ കൃത്യമായി മുതലാക്കാനും അവസരത്തെ പ്രയോജനപ്പെടുത്താനുമാണ് ശബരിമല കർമ്മസമിതിയുടെ തീരുമാനം. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്, ശബരിമലയിലെ അഴിമതിയെക്കുറിച്ച്, ശബരിമലയിലെ ആചാര ലംഘനങ്ങളെക്കുറിച്ച്, ശബരിമലയിലെ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഒക്കെ തന്നെ അതിവിശദമായിട്ടുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് ശബരിമല കർമ്മസമിതി കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തും. ഇതിലൂടെ ശബരിമല കർമ്മസമിതി ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ്. രാഷ്ട്രപതിക്ക് പിന്നാലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ശബരിമല സന്ദർശിക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ എത്തുന്നതോടുകൂടി തന്നെ ശബരിമല കർമ്മസമിതിയും കേരളത്തിലെ അയ്യപ്പ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ശബരിമലയെ കുറിച്ചുള്ള വളരെ കൃത്യമായ ചില ധാരണകൾ, ചില വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി കൈമാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം ശബരിമലയുടെ നിയന്ത്രണം കേന്ദ്രത്തിന്റെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ചില നീക്കങ്ങളും നടക്കും. അത് ചിലപ്പോൾ ഭരണഘടനാപരമായി അത് നടക്കില്ല എന്നൊക്കെ കേരള സർക്കാർ വാദിക്കുമ്പോഴും കേന്ദ്രത്തിന് വേണമെങ്കിൽ ചില നിയമനിർമ്മാണങ്ങളിലൂടെ ശബരിമലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാം. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് മാറ്റി അയ്യപ്പ വിശ്വാസികളുടെ അല്ലെങ്കിൽ അയ്യപ്പ സംഘടനകളുടെ നിയന്ത്രണത്തിലേക്ക് ശബരിമലയിലെ ഭരണം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അത് ശബരിമല കർമ്മസമിതി അടക്കമുള്ള ശബരിമലയെ ആരാധിക്കുന്ന, ശബരിമല അയ്യപ്പ സ്വാമിയെ ആരാധിക്കുന്ന ആളുകൾ കിട്ടിയ ഒരു വലിയ അവസരമാണ്. ഈ അവസരം മുതലാക്കിക്കൊണ്ട് ശബരിമലയുടെ ഭരണത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ അടിച്ചു പുറത്താക്കാനും ദേവസ്വം ബോർഡിനെ അടിച്ചു പുറത്താക്കാനും കേന്ദ്രത്തിന്റെ കൈകളിലേക്ക് ശബരിമല അടക്കമുള്ള മഹാക്ഷേത്രങ്ങളുടെ ഭരണം എത്തിക്കാനുമുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടന നടക്കുന്നത്. അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലായിരിക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തിൽ ശബരിമല കർമ്മസമിതിയുടെ നേരിട്ടുള്ള കൂടിക്കാഴ്ച.